ഹായ് ഗൈസ്, ഐ എം നോട്ട് പ്രിപ്പയർഡ് വെൽ. പക്ഷെ എന്നെ ഒരു കാര്യം വലുതായിട്ട് ഹേർട്ട് ചെയ്തുകൊണ്ട് മാത്രം. വളരെ കഴിവുള്ള പ്രഗത്ഭരായ മനുഷ്യരെ തെരുവിലിങ്ങനെ പരിഹസിക്കപ്പെടുമ്പോൾ ഒരു വേദന തോന്നാറുണ്ട്. അതുകൊണ്ട് മാത്രം. അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്ന് ഞാൻ വിചാരിക്കുന്നത് സത്യമാവണമെന്നില്ല. ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ കണ്ടു ഒരു ജിം ട്രെയിനർ രണ്ടുപേരെ ചതിച്ചിട്ട്, എന്ത് സമൂഹത്തിൽ നല്ല ഉന്നത നിലയിൽ ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയുള്ളതിലൊക്കെ പോയി പെട്ടിട്ടെ എല്ലാവരും ക്ഷമയുള്ളവരാണോന്നില്ല. ഈ പുറകിലിരിക്കുന്ന ആളെ നമ്മളെല്ലാം ഭയങ്കര സ്നേഹവും റെസ്പെക്റ്റും ബഹുമാനവും മൈ ലോഡ്, ബിക്കോസ് ഹി ഹാസ് എ പോളിസി. അതെന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി കേട്ടോ, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ സ്ത്രീയെയും പുരുഷനെയും രണ്ട് രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സ്ത്രീ എന്ന് പറഞ്ഞൊരു വള്ളി, ഒരു എല്ലാത്തിലും കുറച്ച് ഇമോഷൻസ് ഫീലിങ്സും ഒക്കെ കൂടുതലുള്ള. പുരുഷൻ അങ്ങനല്ല, ഗജ കേസരി. ഓക്കെ. അപ്പം ഈ ഗജകേസരികൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഞാൻ കുറ്റപ്പെടുത്തുമല്ല കേട്ടോ, എല്ലാവരിലും ഉണ്ട്, രണ്ട് വശത്തും ഉണ്ട്. നമ്മളൊരു സ്ത്രീയെ ചതിക്കുമ്പോൾ ആ സ്ത്രീക്ക് തിരിച്ചുണ്ടാകുന്ന പക, ഒരു ദേഷ്യം ഒരു പുരുഷന് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ചതികൾ നിരന്തരം ഉണ്ടാകുന്നത്. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ അമ്മ നിങ്ങൾ നല്ലവണ്ണം സ്നേഹിക്കുന്നുണ്ട്, നല്ല ആ സ്നേഹമാണ് എല്ലാവരെയും തകർക്കുന്നത്. അതില്ലാതിരിക്കുന്ന നല്ലതെന്നാണ് ഞാൻ പഠിച്ച പാഠം. അപ്പൊ ഈ അമ്മ നൽകുന്ന സ്നേഹം, ഊട്ടിത്തരുന്ന ചോറ്, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്. ഈ അമ്മയ്ക്ക് ഒരു ദിവസം പെട്ടെന്നൊരു കാമുകൻ ഉണ്ടാകുന്നു. ആ കാമുകന്റെ കൂടെ പോകാൻ വേണ്ടി അമ്മ നിങ്ങളുടെ നെഞ്ചിൽ കത്തി കൊണ്ട് കുത്തുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വികാരമാണ് ഓരോ ചതിക്കപ്പെടുന്ന സ്ത്രീയിലും. ഇതിൽ കൂടുതൽ ഇതിനെ വിശദീകരിച്ച് തരാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ചതി കൂടുതലും നമ്മുടെ മനസ്സിനെ, ഇവർ സ്നേഹിച്ചിരുന്ന സമയത്ത് നമുക്ക് തന്ന സ്നേഹം അത് പൊളിയായിരുന്നു, അത് കപടമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നെഞ്ചു വേദനിക്കുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ ഒറ്റപ്പെട്ട് ആക്കിയിട്ട് പോകുന്ന സ്ത്രീകള്, തെരുവിൽ പട്ടികൾ കണ്ടിട്ടില്ലേ, കാലടിച്ചൊടിച്ച് പുറത്തൊരു പുഴുവായിട്ട് ചില കുട്ടികൾ അതിനെ കുത്തിയിട്ട് പോകും. മനസ്സിലായ? അതാണ് ഓരോ ഓരോ ഒറ്റപ്പെട്ട സ്ത്രീയുടെയും പുറകെ നടന്ന് കുത്തുന്ന മനുഷ്യരെ നമുക്ക് അങ്ങനെ ഉപമിക്കാം. അപ്പോൾ നിങ്ങൾ കാണുന്നത് ഞങ്ങളെ ഒരു പഗ്ഗായിട്ടാണ്. ഞങ്ങൾ ഈ പുഴുത്ത പട്ടിയെ പോലെ മനസ്സിൽ, പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ, കുറച്ച് കറേജിയസ് തന്നെ. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുക. കുറച്ച് കാശും പൈസയൊക്കെ ഉള്ളവർ ഒരു എത്തിക്കും, ഇതൊന്നുമില്ല, ഒരു സപ്പോർട്ടും ഇല്ലാത്തവർ ഈ പട്ടിയെ പോലെ ആയിരിക്കും അവരുടെ മനസ്സ്. പക്ഷെ നിങ്ങൾ കാണുന്നത് പഗ്ഗിനെ പോലെ. ഓരോ ദിവസവും ഞങ്ങളുടെ തുലാഭാരത്തിലെ ശാരദയെ പോലെയാണെങ്കിൽ നിങ്ങൾ കാണുന്നത് ആട്ടക്കലാശത്തിലെ സിൽക്ക് സ്മിതയെ പോലെ. അതാണ് ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ വേദനിച്ചിട്ടാണ് അവർ പ്രതികരിക്കുന്നത്. വേദനിച്ചിട്ട് അവർക്ക് നല്ല വേദനിക്കും. നിങ്ങൾ ആ അമ്മ കുത്തുമ്പോഴുണ്ടാകുന്ന ഫീലാണ് അവരുടെ മനസ്സിൽ വരുന്നത്, ചതിക്കപ്പെടുന്ന ഓരോ സ്ത്രീയുടെയും മുന്നിൽ. സോ അവർ പക വീട്ടുന്നതല്ല, അവരുടെ സങ്കടമാണ് അത്, സങ്കടം. അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു.